പല ആളുകളും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, തഖ്വ ഉണ്ടാകാൻ എന്താ ചെയ്യുക? ഒരു 2 നേരം ഗുളികയായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അപ്പം അതിനെന്തെങ്കിലും ക്യാപ്സ്യൂളോ കുറുക്കു വഴികളോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട് തഖ്വ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നമ്മൾ അവസാനത്തെ ദിവസമാണെങ്കിൽ, ഇന്ന് സൂര്യാസ്തമയം കാണാൻ നമ്മൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ, നമ്മൾ തയ്യാറാണോ എന്നത് തന്നെയാണ് വിഷയം. വിശുദ്ധ ഖുർആൻ 200-ലധികം തവണ ആവർത്തിച്ച പദമാണ് തഖ്വ എന്നത്. സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മളൊരു മുള്ളു നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ചെരുപ്പിടാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു കുപ്പി ഗ്ലാസ് അങ്ങോട്ട് താഴത്തേക്ക് ടേബിൾ വന്ന് വീണാൽ പിന്നെ അവിടുന്ന് എണീക്കുമ്പോൾ, ചെരുപ്പിടാതെ നിൽക്കണം നമ്മൾ എണീക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ ആയിരിക്കും നമ്മൾ എണീക്കുക. കാരണം ചില്ല അവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും, നമ്മളതിന്മേൽ ചവിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ വളരെ സൂക്ഷ്മമായി ചില ആൾക്കാരൊക്കെ വിരലൊക്കെ അങ്ങനെ കുത്തി പരമാവധി കോണ്ടാക്റ്റൊക്കെ കുറച്ച്. അതേപോലെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ചു കൊണ്ട് ഒരാൾ ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷിക്കുക എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഈ ഖുതുബയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജുമുഅ ഖുതുബകളിലും ഈദ് ഖുതുബകളിലും നിക്കാഹിൻ്റെ ഖുതുബകളിലുമെല്ലാം ഓതിയിരുന്ന ഈ 3 ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന നിരന്തരമായ കൽപ്പന, അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആകത്തുക. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്ന വിശുദ്ധ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല, സംശയമേയില്ല. ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വ കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതൊരു മാർഗദർശനമാണ്. അപ്പൊ എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്നത്? അത് കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, അത്തഖ്വ അൻ തഅമൽ ബിതോഅത്തില്ലാഹി അലാ നൂരി മിനല്ലാഹ് തർജു സവാബല്ലാഹ് വ അൻ തത്റുക മഅസിയത്തില്ലാഹി അലാ നൂരി മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുക. എങ്ങനെ? അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം നൂറ് കൊണ്ട്, അഥവാ വഹിയാകുന്ന ഖുർആനും ഹദീസുമാകുന്ന വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കൃത്യമായ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞത്. ഇപ്പൊ തഖ്വയാണ് ഒരാളുടെ ദറജ തീരുമാനം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ, നമ്മൾ സൗന്ദര്യമുണ്ട് എന്നതോ, നമ്മൾ ചെയ്യുന്ന ജോലിയോ, നമ്മുടെ വരുമാനമോ, നമ്മുടെ ആസ്തിയോ, നമ്മുടെ ഭൗതികമായ പദവികളോ അല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവി തീരുമാനിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ എത്ര തഖ്വയുണ്ട് എന്നതനുസരിച്ചാണ്. അതല്ലാതെ നമ്മുടെ മറ്റ് യാതൊരു മാനദണ്ഡവും, ഭൗതികമായ ഒരു മാനദണ്ഡവും, അതൊക്കെ മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ്. ഇതൊന്നും മരണത്തിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ ഒരു ദറജയും ഒരു റാങ്കും ഒരു സ്റ്റാറ്റസും എന്ത് ചെയ്യൂല, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കൂല. അതൊക്കെ അവിടെ അവസാനിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഏക സാധനം നമ്മുടെ തഖ്വ മാത്രമാണ്. ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ കൊടുത്ത വിലയെന്ത്, അള്ളാഹുവിനും റസൂലിൻ്റെയും നിയമങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ നിലപാടെന്തായിരുന്നു എന്നത് മാത്രമാണ് മരണത്തിന് ശേഷം തുടങ്ങുന്ന മരണാനന്തര ജീവിതത്തിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ദറജ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അപ്പോൾ അത് നമുക്കുണ്ടോ എന്നത് ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതുണ്ടാകാൻ എന്ത് ബോധമാണ് ആ തഖ്വയെ നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന് മുറാഖബത്തുള്ള, ഇന്നല്ലാഹ റഖീബുൻ, അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലെ, മുറാഖബത്ത് CCTVക്ക് പറയാം. മുറാഖ എന്ന് പറഞ്ഞാൽ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കറണ്ട് പോയാലും, അവിടെ കേടാക്കിയാലും, CCTV മോഷണം പോയാലും എല്ലാം അതിൻ്റെയൊക്കെ അപ്പുറത്ത് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുറാഖബത്തിനെ റഖീബായ അള്ളാഹു സുബ്ഹാനഹു റഖീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ആ ഒരു ബോധം. അലം യഅലം ബി അന്നല്ലാഹ യറ,
നീ അറിയുന്നില്ലേ അള്ളാഹു എല്ലാം നോക്കി കാണുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട് എന്ന് നീ അറിയുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് അല്ലേ? നിങ്ങൾ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മൂന്നാമനായി അള്ളാഹു അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ബോധം. അതുകൊണ്ട് രാവാകട്ടെ പകലാകട്ടെ രഹസ്യം ഏത് തരത്തിൽ ഏതടച്ചിട്ട റൂമിൽ എന്ത് തന്നെ നമ്മൾ ചെയ്താലും പറഞ്ഞാലും അതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധം. അത് അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണഗണങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, അനുഭവിക്കുന്നതിലൂടെ അത് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തഖ്വ വളരെ എളുപ്പമുള്ള കാര്യമാണ്. രണ്ടാമത് മുഹാസബത്തുൻ നഫ്സൻ, ഇതൊക്കെ അക്കൗണ്ടബിൾ ആണ് എന്നുള്ള. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവൻ അതവിടെ കാണുമെന്നാണ്. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതവിടെ കാണുമെന്നാണ്. ആലോചിച്ച്, ഒരു അണുമണി തൂക്കം എന്ന് പറയുമ്പോൾ അല്ലേ, അത്രയും ചെറിയ നന്മയും തിന്മയും ഒരാൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നു പറയുമ്പം നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇത് കൃത്യമായിട്ട് നാളെ അള്ളാഹു വിചാരണ ചെയ്യും. ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണമെന്നാണ്. കിടക്കാൻ നേരത്ത് സഹോദരങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നന്മകൾ ചെയ്തു, ഇനി നമ്മൾ 5 നേരത്തെ നിസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഏഷണി പറഞ്ഞിട്ടുണ്ടോ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, തിന്മ പറഞ്ഞിട്ടുണ്ടോ, സഹോദരങ്ങളെ നന്മകളിൽ നമ്മളിന്ന് മുന്നേറിയിട്ടുണ്ടോ, തിന്മകൾക്കാണോ നമ്മൾ പ്രാമുഖ്യം നൽകിയത്, അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ പ്രത്യക്ഷമായി ധിക്കരിച്ചിട്ടുണ്ടോ എന്നൊക്കെ കിടക്കാൻ നേരത്തൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് നമുക്ക് ഒരവസരം, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്ത് നോക്കുക എന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നല്ലൊരു മാർഗ്ഗമാണ് തഖ്വ ഉണ്ടാകാൻ, തഖ്വ നിലനിർത്താൻ. രണ്ടാമത്തെ എന്താ, നിങ്ങൾ സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലേ. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ മുഷ്തബിഹാത്തുൻ. ഹറാമ് വ്യക്തമാണ്, ഖുർആനും സുന്നത്തിലും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഹറാം എന്താണെന്നുള്ളത്, ഹലാൽ എന്താണെന്നുള്ളത്. ഹലാലും ഹറാമും വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാർക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ചില സംശയങ്ങളുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരാളെ ദീൻ സുരക്ഷിതമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ആ ശുബ്ഹാത്തിൽ വീഴാതിരിക്കണം. സംശയമുള്ള കാര്യമാണോ അതിലേക്ക് പോകാതിരിക്കലാണ്. കാരണം ഉറപ്പുള്ള തന്നെ പ്രശ്നം പോലെ ഉണ്ട്, പിന്നെ എന്തിന് സംശയത്തിൻ്റെ പിന്നാലെ പോകണം. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ശുബ്ഹാത്തുകളെ, സംശയമുള്ള കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ ഫഖദിസ്തബ്റഅ ലിദീനിഹി എന്നാണ്, അവനവൻ്റെ ദീനിനെ സുരക്ഷിതമാക്കിയെന്നാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ തഖ്വയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മോട്ടർ. തഖ്വയുടെ മോട്ടോർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ് അല്ലേ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്ന വളരെ കൃത്യമായ ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ്, മാനുവലാണ് വിശുദ്ധ ഖുർആൻ. എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംശയമില്ലാതെ യഖീനോട് കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് ഈ തഖ്വയുടെ എഞ്ചിൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദബ്ബറു ആയാതി. അള്ളാഹുവിൻ്റെ ആയത്തുകളെ പറ്റി ഉച്ചാലോചിച്ചുകൊണ്ട് നിങ്ങൾ ആ ഖുർആനിനെ സമീപിച്ചാൽ തീർച്ചയായും എന്താ പറ്റും, നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് തഖ്വ കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം അല്ലേ. നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ എന്താ നിങ്ങൾ അവരോട്, ആ ദീനിനോട്, അതേപോലെ തന്നെ ദീനിൻ്റെ കാര്യങ്ങളിലായിരിക്കും നമ്മളെ മത്സരം ഉണ്ടാകുക അല്ലേ. കൂടുതൽ നമസ്കരിക്കാൻ, കൂടുതൽ സ്വതക്ക ചെയ്യാൻ, കൂടുതൽ ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ, കൂടുതൽ ദിക്ർ ചൊല്ലാൻ, അങ്ങനെ നന്മകളിലേക്കാണ് നമ്മൾ ചാഞ്ഞു നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ ഒരു സർക്കിൾ, നമ്മൾ അങ്ങനത്തെ കമ്പനി അങ്ങനത്തേതാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇതൊക്കെ അവസാനിച്ച് അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തിറങ്ങിയ വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ അവസാനത്തെ ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന സൂറത്തു ബഖറയിലെ 281 ആയത്തുണ്ട്. അതാണ് വിശുദ്ധ ഖുർആന്റെ ലാസ്റ്റ് ആയത്ത് എന്നാണ് പറയപ്പെടുന്നത്. വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം കേട്ടോ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ആ ദിവസത്തെ പറ്റി നല്ല ഒരു ബോധം ഉണ്ടാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യണ ഓരോന്നും അക്കൗണ്ടബിളായിട്ട് ചോദ്യം ചെയ്യപ്പെടുമെന്ന, കൃത്യമായിട്ട് അത് ഹാജരാക്കപ്പെടുമെന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാകുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തഖ്വ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുഅ്മിനായി മരിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വയാണെല്ലാം.
തഖ്വയാണ് എല്ലാം. അത് ജീവിതത്തിലേക്ക് എന്ത് ബറക്കത്ത് കൊണ്ടുവരണമെങ്കിലും അതാരെങ്കിലും നൂലിനോ വെള്ളത്തിനോ വർത്താനത്തിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനക്കോ കൊണ്ടുവരാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തഖ്വയുണ്ടോ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ബറക്കത്ത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കിട്ടും. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും ശാരീരികമായും മാനസികമായിട്ടുമുള്ള എല്ലാ ചലഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തുമഇനീനത്ത് അല്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണെന്ന് പറയുമ്പോൾ ആ സഹോദരൻ, ആ ഒരു സമാധാനം അതാണ് ഏറ്റവും ശരിയായ സമാധാനം എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ അത് തഖ്വയുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹബത്ത് അല്ലേ, അള്ളാഹുവിൻ്റെ സ്നേഹം അത് കിട്ടണമെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ആണ്. അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ, അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടാൻ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ സൂക്ഷിക്കണേ, അള്ളാഹു നിങ്ങൾക്ക് സത്യാസത്യ വിവേചനം നൽകും. സത്യവും അസത്യവും വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവ് അത് അള്ളാഹു തഖ്വയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ്, ഫുർഖാൻ. അപ്പം അതേപോലെ തന്നെ അള്ളാഹു അവരുടെ കാര്യങ്ങൾ, തഖ്വയുള്ള ആളുകളുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും വമൻ യത്തഖില്ലാഹ യുസഹൽ ലഹു അംറ എന്നാണ്. അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശാലമായ പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് വസാരിയോളൂ, നിങ്ങൾ മണ്ടിക്കൊളി, നിങ്ങൾ ഓടിക്കൊളി, ധൃതിയിൽ കുതിച്ചു പോകുന്നതാണ്, ധൃതിയിൽ മുന്നേറുന്നതാണ്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ വിശാലമായ പാപമോചനത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്. പിന്നെ വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്. എന്താണ്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരൻ, ഇത് വളരെ ചെറിയൊരു ജീവിതമാണ്, വളരെ ചെറിയ. ഏതൊരു ജീവിൻ്റെ ആയുസ്സെടുത്ത് നോക്കിയാലും ചെറിയൊരു ആയുസ് നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ എന്നത്. ഈ ആയുസ്സിൽ വളരെ കുറഞ്ഞൊരു സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിക്കണുള്ളൂ. കുറേ ഉറങ്ങിയിട്ടും കുറേ നമ്മളെ ശൈശവും ബാല്യമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയി. വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് ജീവിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അവസാനിക്കും. അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനമില്ലാത്ത ഒരു ലോകത്തേക്ക്, ഈ കേൾവിയും ഈ കാഴ്ചയുമല്ലാത്ത അല്ലേ, ഇവിടെ നമുക്ക് വളരെ പരിമിതി ഉണ്ട്. ഒരു വിസിബിൾ ലൈറ്റുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, എക്സ്റേയിലുള്ളത് കാണാൻ പറ്റൂല അല്ലെ, അൾട്രാ വയലറ്റ് നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് ചെറിയൊരു ഫ്രീക്വൻസിയിലുള്ള വേവ് ലെങ്ത്തിലുള്ള വേവ്സിനെ മാത്രമേ, വിസിബിൾ ലൈറ്റിനെ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. കേൾവി അല്ലേ, 20 ഹെഡ്സിൻ്റെ താഴെയും 20,000 ഹെഡ്സിൻ്റെ മുകളിലുമുള്ള ശബ്ദം ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റൂല. ഈ കേൾവിക്ക് പരിമിതിയുണ്ട്, ഈ കാഴ്ചക്ക് പരിമിതിയുണ്ട്. മരണത്തോടുകൂടി പരിമിതിയില്ലാത്ത കാഴ്ചകളും കേൾവികളും നൽകി, പുതിയ കാഴ്ചകളും പുതിയ കേൾവികളും നൽകി പുതിയൊരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകും. അവിടെ പിന്നെ മരണമില്ല, മരണം എന്നൊരു പ്രതിമാസം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗത്തിലാണെങ്കിൽ കാലാകാലം സ്വർഗത്തിലായിരിക്കും, നരകത്തിലാണെങ്കിൽ കാലാകാലം നരകത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് തഖ്വ എന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നേറിക്കൊള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. അതുകൊണ്ട് അതിനെന്തൊക്കെ പറ്റുമോ, ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ചിലപ്പോൾ മൗനം കൊണ്ട്, നമുക്ക് എന്തൊക്കെ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വഹിയായിട്ട് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ പ്രകാശം അത് അള്ളാഹുവിൻ്റെ വഹിയാകുന്ന വിശുദ്ധ ഖുർആനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, അതിനാണ് ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യം നമുക്കുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.